അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാര ശേഷം നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ വളരെ പുണ്യമാണ്. നല്ല പുണ്യം കിട്ടുന്ന ഒരു ദിക്റാണ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്നും 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്നും 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന ദിക്റ് ചൊല്ലൽ. അത് വളരെ പുണ്യമാകുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഹാജിരീങ്ങളിൽപ്പെട്ട ദരിദ്രന്മാരായ ആളുകൾ വന്ന് വേവലാതി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ദഹബ അഹ്ലു ദുസൂരി ബി ദറജാത്തിൽ ഉലാ വൻ നഈമിൽ മുഖീം. വളരെ നീണ്ടതായിരിക്കുന്ന സൗഖ്യങ്ങളും വളരെ വളരെ വലിയതായ പദവികളുമായി സമ്പത്തുള്ള ധനികന്മാർ അതെല്ലാം കൊണ്ടുപോയി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, വമാദാക്ക, എന്താണ് നിങ്ങൾ പറയുന്നത്, എന്താണത്? അപ്പോൾ ആ ഫക്കീറന്മാരായ മുഹാജിരീങ്ങളിൽപ്പെട്ട സ്വഹാബികൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, യുസല്ലൂന കമാ നുസല്ലി, നമ്മൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നു. വയസൂമൂന കമാ നസൂമു, നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് പോലെ അവരും നോമ്പ് അനുഷ്ഠിക്കുന്നു. വയത്തസദ്ദഖൂന, അതേ സമയത്ത് അവർ സ്വതക്ക ചെയ്യുന്നുണ്ട്. വലാനത്തസദ്ദഖൂ, നമ്മൾ ദരിദ്രന്മാരാണല്ലോ, നമുക്ക് സദക്ക ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ വലിയ വലിയ ദർജകളും പദവികളും അവർ കൊണ്ടുപോയി, ഇനി നമുക്കെന്താണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, അഫലാ ഉഅല്ലിമുക്കും ഷൈഅൻ തുദ്രികൂന ബിഹി മൻ സബഖക്കും വ തസ്ബിഖൂന ബിഹി മൻ ബഅദക്കും. നിങ്ങളെ ശേഷം വരാനിരിക്കുന്നവരെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന വിധത്തിലും നിങ്ങളെ മുൻകഴിഞ്ഞവരുടെ ദർജയെ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്ന വിഷയത്തിലുമുള്ള ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ എല്ലാ നിസ്കാരത്തിൻ്റെ പിറകെയും തുസബ്ബിഹൂന വ തുകബ്ബിറൂന വ തുഹമ്മിദൂന, അല്ലെങ്കിൽ വ തഹ്മദൂന, നിങ്ങൾ അള്ളാഹുവിനക്ക് തസ്ബീഹ് ചൊല്ലുക, അള്ളാഹുവിനക്ക് തഹ്മീദ് പറയുക, അള്ളാഹുവിനക്ക് നിങ്ങൾ തക്ബീർ ചൊല്ലുക. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്റ് എല്ലാ നിസ്കാരത്തിൻ്റെ പിറകെയും നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ശേഷമുള്ളവരെക്കാൾ നിങ്ങൾക്ക് മുൻകടക്കാനും നിങ്ങളെ മുൻകടന്നവരെ നിങ്ങൾക്ക് എത്തിക്കാനും സാധ്യമാകും. ഇനി നിങ്ങളെക്കാൾ വലിയ ആളുകൾ ഉണ്ടാവണമെങ്കിൽ അവർ നിങ്ങളോട് സമാനമായതോ അതിനേക്കാൾ അപ്പുറമോ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ചെയ്ത അമലിനോട് സമാനമായ അമൽ അവർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിനേക്കാൾ അപ്പുറം അവർ ചെയ്യണം. അല്ലാതെ അവർക്ക് നിങ്ങളെ എത്തിക്കാനോ നിങ്ങളെ മുൻകടക്കാനോ സാധ്യമല്ല. അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, എങ്കിൽ ഈ തക്ബീറും അതുപോലെ തഹ്മീദും അതുപോലെ തന്നെ തസ്ബീഹും അതും ഈ ധനികന്മാരായ ആളുകൾ ചൊല്ലുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ദാലിക ഫളുലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അത് അല്ലാഹു തആല ചിലർക്ക് നൽകുന്ന ഔദാര്യമാണ്. അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അങ്ങനെ ചില ഔദാര്യങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. അതിൽ നമ്മൾ പരിതപിച്ചിട്ട് കാര്യമില്ല. എങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യം നിങ്ങൾക്ക് ലഭ്യമാവാൻ ഈ 3 ദിക്റുകൾ നിങ്ങൾ 5 വക്ത് നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്. ആയതുകൊണ്ട് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകളൊക്കെ പതിവായി മുറ പോലെ മുടങ്ങാതെ ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.